ധനവകുപ്പിന്റെ ഓണസമ്മാനത്തിൽ പ്രതിസന്ധിയിലായി സഹകരണ ബാങ്ക് ജീവനക്കാരും കുടുംബശ്രീയും. ക്ഷേമ പെൻഷൻ വീട്ടിലെത്തിക്കുന്നത് നിർത്തലാക്കിയതോടെയാണ് ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് തിരിച്ചടിയായത്. പദ്ധതി ഒഴിവാക്കിയതോടെ ഇവരുടെ ഒരു വരുമാന മാർഗം കൂടി നിലയ്ക്കുകയാണ്. കൂടാതെ സഹകരണ ബാങ്കുകളെയും ഇത് സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. LDF സർക്കാരാണ് ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിച്ചു നൽകാനുള്ള നയപരമായ തീരുമാനമെടുത്തത്. ഇത് പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക വീട്ടിലെത്തിച്ച് വിതരണം ചെയ്യുന്നവർക്കും ഒരുപോലെ ഗുണം ചെയ്തിരുന്നു. പെൻഷൻ എത്തിക്കാൻ സഹകരണ ബാങ്ക് ജീവനക്കാർക്കും പ്രാദേശിക തലത്തിൽ കുടുംബശ്രീ യൂണിറ്റുകൾക്കുമായിരുന്നു ചുമതലയുണ്ടായിരുന്നത്. എന്നാൽ പദ്ധതി പൊടുന്നനെ നിർത്തലാക്കിയതോടെ ഇവരുടെ വരുമാന മാർഗം നിലച്ചു. കുടുംബശ്രീ യൂണിറ്റുകളിലുള്ള സ്ത്രീകളാണ് കൂടുതലും പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് ഈ ഒരു കാര്യം നിർത്തലാക്കിയപ്പോൾ അവരുടെ ഒരു വരുമാന മാർഗ്ഗമാണ് ഇല്ലാതായത്. അങ്ങനെയാണ് കുടുംബശ്രീ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും സ്ത്രീ ശാക്തീകരണം, അതായത് ചെറിയൊരു വരുമാനത്തിൽ കൂടെ അവർ മുന്നോട്ട് പോകുന്നവരാണ്. സംരംഭകരുണ്ട്, അവരെല്ലാം ചെറിയ ചെറിയ സംരംഭങ്ങൾ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അപ്പോഴത് പൂർണ്ണമായിട്ട് നിർത്തി പോവുകയാണെങ്കിൽ സ്ത്രീകളുടെ കാര്യത്തിൽ അവർക്ക് ഇതിനൊരു ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 13 ജീവനക്കാരാണ് ഈ പെൻഷൻ കൊടുക്കുന്നത്. അവർക്കൊരു മാസം ഒരു 8,000-നും 10,000-നും ഇടയ്ക്ക് പെൻഷൻ കൊടുക്കുന്നവർക്ക് ഇൻസെൻറ്റീവ് കിട്ടാറുണ്ട്. അത് ഈ കളക്ഷൻ ഏജൻറ്റുമാരാണ് ഈ പെൻഷൻ കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി അവർക്കുള്ള ഒരു വലിയ വരുമാനം, ഇതിൽ 13 ജീവനക്കാർക്കും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത് ഈ പെൻഷൻ കൊടുക്കാതെ വരും. കൂടാതെ ധനവകുപ്പിന്റെ തീരുമാനം സഹകരണ മേഖലയെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയതോടെ സഹകരണ ബാങ്കുകളിലെ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകൾ നിർജീവമാകും. പിന്നെ പെൻഷൻ വാങ്ങിക്കുന്നവർ ബാങ്കുമായി, സഹകരണ ബാങ്കുമായി നല്ല ബന്ധവും, അവർ സഹകരണ ബാങ്കിലാണ് വരുന്നതും, അവർക്ക് അത്യാവശ്യം സാമ്പത്തിക ഇടപാട് നടത്തുന്നത് സഹകരണ ബാങ്കുമായിട്ടാണ്. ഇത് നാഷണലൈസ്ഡ് ബാങ്കുകളിലോ ഷെഡ്യൂൾഡ് ബാങ്കുകളിലോ പോകുമ്പോൾ സ്വാഭാവികമായി അവിടെ പോയി പെൻഷൻ മേടിക്കണം. അപ്പോൾ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അത്താണിയായിട്ടുള്ള സഹകരണ ബാങ്കുകളെ ഇല്ലായ്മ ചെയ്യാൻ അവരുടെ ഇത് ഷെഡ്യൂൾഡ് ബാങ്കിലേക്കും അതുപോലെ നാഷണലൈസ്ഡ് ബാങ്കിലേക്കും മാറ്റുക എന്നൊരു ഉദ്ദേശവും കൂടെ ഉണ്ട്. അപ്പോൾ സഹകരണ ബാങ്കുകളെ പൊതുവേ ഇല്ലായ്മ ചെയ്യുക എന്നൊരു നയമാണ് ഈ ഗവൺമെൻറ്റിനുള്ളത്. അത് പൂർണ്ണമായും നടപ്പിലാക്കുന്ന സ്ഥിതിയിലേക്കാണ് ഇവിടെ ഈ വിഷയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. വാണിജ്യ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ മാത്രം പെൻഷൻ വിതരണം ചെയ്യാനുള്ള ധനവകുപ്പ് തീരുമാനം സഹകരണ ബാങ്കുകളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്നാണ് വിമർശനം. സഹകരണ മേഖലയുടെയും ബാങ്കുകളുടെയും വളർച്ചയെ സാരമായി ബാധിക്കുന്ന UDF സർക്കാരിന്റെ നയം പിൻവലിക്കണമെന്ന ആവശ്യം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. സഹകരണ വകുപ്പ് മന്ത്രി M. ലിജു തന്നെ ഇതുമായി ബന്ധപ്പെട്ട അതൃപ്തി പരസ്യമായി അറിയിച്ചിട്ടുമുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.